ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്ക് സമീപം രൂപം കൊള്ളുന്ന ചക്രവാതച്ചുഴി മൂലം കേരളത്തിൽ അടുത്ത ഒരാഴ്ച വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. കിഴക്കൻ മലയോര മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരേണ്ടിവരുമെന്ന് മെറ്റ്ബീറ്റിലെ നിരീക്ഷകർ പറയുന്നു. ഇന്നുമുതൽ വൈകിട്ട് കിഴക്കൻ മേഖലയിൽ ഇടിമിന്നൽ മഴ ശക്തിപ്പെടും. ഇടുക്കി ജില്ല, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ കിഴക്കൻ മേഖല, വയനാട്, മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തീവ്രമഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. ആഗസ്റ്റ് 21 വരെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മഴ തുടരുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു. നാളെയോടെയാണ് ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാതച്ചുഴി രൂപപ്പെടുക. ഇത് ശ്രീലങ്ക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകും. 15 വരെ വടക്കൻ കേരളത്തിന്റെ കിഴക്കൻ മലയോരം, വനമേഖല എന്നിവിടങ്ങളിലാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. വയനാട്ടിലെ മേപ്പാടി മേഖല, മലപ്പുറത്തെ നിലമ്പൂർ, കരുവാരക്കുണ്ട്, പാലക്കാട്ടെ മണ്ണാർക്കാട്, അഗളി, അട്ടപ്പാടി, എറണാകുളത്തെ കിഴക്കൻ മേഖല, ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ശക്തിപ്പെട്ടേക്കും. ഈ പ്രദേശങ്ങളിൽ ഉച്ചയ്ക്കുശേഷം ഇടിമിന്നൽ മഴ ലഭിക്കും. ശ്രീലങ്കയ്ക്ക് സമീപം 2 ദിവസം നിലകൊള്ളുന്ന ചക്രവാതച്ചുഴി 20ഓടെ കന്യാകുമാരി കടൽ വഴി അറബിക്കടലിലെത്തും. ഇതോടെ സംസ്ഥാനത്ത് മഴ കിഴക്കൻ മേഖലയിൽ നിന്ന് മധ്യ തീരദേശ മേഖലയിലേക്കും വ്യാപിക്കും. 22ഓടെ ചക്രവാതച്ചുഴി അറബിക്കടലിൽ നിന്ന് അകന്നുപോകുന്നതോടെ സംസ്ഥാനത്ത് മഴ കുറയും. ചുരുങ്ങിയ സമയം തീവ്രതയേറിയ മഴയ്ക്കും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലെ കിഴക്കൻ മലയോരങ്ങളിലും വനമേഖലയിലും മണ്ണിടിച്ചിലിനു സാധ്യതയുണ്ട്. ബുധൻ മുതൽ ഇടനാട് തീരദേശ മേഖലയിലേക്കും മഴയെത്തും. ഇതിനു പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. അതിനാൽ സെപ്റ്റംബർ ആദ്യവാരം വരെ മഴ ഏറിയും കുറഞ്ഞും പ്രതീക്ഷിക്കാനാകുമെന്നും മെറ്റ്ബീറ്റിലെ നിരീക്ഷകർ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.